നമസ്കാരം പ്രിയരെ. ഞാനൊരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഞാനിന്ന് പരിചയപ്പെടുന്ന വ്യക്തി ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ അദ്ദേഹം എന്നെ അന്വേഷിച്ച് വന്നതാണ്. പേരെന്തോന്നു? എൻ്റെ പേര് വാഹിദ്. അപ്പം ഞാനിപ്പം ഒരു 2 ദിവസം പ്രോഗ്രാം ഇല്ല. അപ്പം ഞാനിന്ന് വീട്ടിലെ കുറച്ച് ജോലിക്കാരുമായിട്ട് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം അദ്ദേഹം എഴുതിയതാണ്. 2 സിനിമയുടെ കഥ എഴുതിക്കൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. വീട് വളഞ്ഞുവഴി. ഒരു സിനിമയുടെ പേരെന്തോ? രാത്രിക്കള്ളൻ. മറ്റേത് ഇരുട്ട്. ഇങ്ങനെ 2 സിനിമയുടെ കഥ തിരക്കഥ അല്ലേ? വാഹിദ് അല്ലേ? വാഹിദ്. കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. മക്കളുടെ പേരെന്താ? റാബിയത്തുൽ അദബിയ. മകന്റെ പേര് സുൽത്താൻ. വർക്ക് ചെയ്യുന്നത് ജോലി തിരക്കഥ ഇപ്പം എന്റെ കഴിവാണ്. സിനിമ തിരക്കഥ അല്ലാതെ കൺസ്ട്രക്ഷൻ വർക്ക്, ഫർണിച്ചർ തടി പോളിഷ് അല്ല, വെട്ടുകാരുടെ കൂടെ പോകുന്ന. അല്ലാതെ ഡ്രൈവിംഗ് അറിയാം. അല്ലാതെ ഓൾറൗണ്ടായിട്ട് പോകുന്നു. പിന്നെ കഴിവായിട്ട് തിരക്കഥ കുറെ ആയിട്ടുണ്ടല്ലേ? ഇപ്പൊ 2 ഇപ്പൊ എഴുതിയിരിക്കുന്ന, ഒരുപാട് എഴുതാൻ കിടപ്പുണ്ട്. ആണല്ലേ? പിന്നെ പാട്ട് രചിക്കാനൊക്കെ അറിയാം. അങ്ങനെയുള്ള നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാനിത് വീഡിയോ വന്നത്, അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ നല്ലൊരു കലാവാസന ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇത് കാണുന്ന പ്രേക്ഷകർ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊരു സിനിമയോട് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹവുമായി ബന്ധപ്പെടുക. അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, എൻ്റെ ഈ ബുക്ക് തന്നിട്ട് പോകാതിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഞാനെന്നല്ല, എത്ര ഇതാണെങ്കിലും അങ്ങനെ തന്നിട്ട് പോകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് ആരെങ്കിലും ഏൽപ്പിക്കാവെന്ന് അല്ലേ ഞാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യാവൂ എന്ന് പറഞ്ഞു. കാരണം അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ ശുദ്ധ മനസ്സ്. അതുകൊണ്ട് ഇങ്ങനെ സിനിമ എടുക്കുവാനോ അങ്ങനെ ഒരു കഥയ്ക്ക് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് അദ്ദേഹത്തെ വിളിക്കുക. കഥ വായിച്ചു കേട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് സിനിമയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് ഫിലിം അല്ല, എല്ലാമുള്ള സീരിയലായിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പരിവർത്തനപ്പെടുത്താൻ കഴിവുള്ളവർ കാണുമല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ട് ചിലപ്പം ഇതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടാൽ അദ്ദേഹത്തിന് ഒരു സന്തോഷം, നമുക്കും അതിൽ പല സന്തോഷം. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വാഹിദിന്റെ മൊബൈൽ നമ്പർ എന്ന് പറയാമോ? 80 89 67 28 32. 80 89 67 28 32. 80 89 67 28 32 ആണോ? അപ്പം ഇതാണ് വാഹിദിന്റെ നമ്പർ. അപ്പം അങ്ങനെ അദ്ദേഹത്തെ ഒരു കലാകാരനെ രക്ഷപ്പെടുത്താൻ താല്പര്യമുള്ള സിനിമയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അണിയറ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കാണ്. ഓക്കെ വാഹിദേ, ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ.